അപ്പോൾ നമുക്ക് ഇന്ന് ഇത്തിരി കറി വെച്ചാലോ. ഇന്നത്തെ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് പീച്ചിങ്ങ ആയിട്ടാണ് വെക്കാൻ പോകണം. പീച്ചിങ്ങൊക്കെ എന്താ ഇത്ര പ്രത്യേകതയെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടാവും. പക്ഷെ ഞാൻ പീച്ചിങ്ങ വെക്കണേ ചെമ്മീനിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനിട്ട് പീച്ചിങ്ങ, അച്ചിങ്ങ, കോവയ്ക്ക. ഞങ്ങൾ അങ്ങനെ എല്ലാ സാധനവും ചെമ്മീനിട്ട് വെക്കും. ഞങ്ങളുടെ ചെമ്മീനിടാത്ത മിക്ക പച്ചക്കറിയിലും ചെമ്മീൻ പോകൂട്ടോ. അപ്പോൾ എനിക്ക് പീച്ചിങ്ങയിലൊക്കെ ആ ചെമ്മീൻ എണ്ണ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എറണാകുളംകാർക്ക് ഇത് ചിലപ്പോൾ അറിയത്തുള്ളു. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചെമ്മീനിട്ട് അയ്യോ പച്ചക്കറിയിൽ ചെമ്മീനിട്ട് വെക്കുമോ എന്നൊരു തോന്നൽ വരും. ശരിക്കും പറഞ്ഞാൽ പച്ചച്ചെമ്മീനാട്ടോ ഇടുന്നേ. ഞാൻ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ പറ്റിച്ച് വെച്ച പോയതുകൊണ്ട് പുളി ഇട്ടാണ് പറ്റിച്ചത്. പുളി ഇടരുത് കേട്ടോ. ഈ അച്ചിങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ചെമ്മീൻ ഇടുമ്പോൾ അതിൽ പുളിയിട്ട് വെക്കുകയേ ചെയ്യരുത്. ഒരു ടേസ്റ്റേ മാറിപ്പോവും. ഞാൻ സാധാ വെക്കണത് ഉള്ളിയും മുളകും മൂത്ത് കഴിയുമ്പോൾ പീച്ചിങ്ങ അതിയിട്ട് ഇട്ടിട്ട് ആ കൂടെ ചെമ്മീനും ഇടും. എന്നിട്ട് ആ ചെമ്മീനും പീച്ചിങ്ങും ഒരുമിച്ച് വാടി വെന്ത് വരണം. അപ്പോഴാണ് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് ശരിക്കും നമ്മുടെ പീച്ചിങ്ങിലോട്ട് പിടിക്കുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പീച്ചിങ്ങയിലൊക്കെ ചെമ്മീൻ ഇടാതെ വെക്കാനേ തോന്നത്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ.